ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഫോർത്ത് ഇയർ OBG ടോപ്പിക്കായിട്ടുള്ള പ്രീ എക്ലാംസിയെ പറ്റിയിട്ടാണ്. സോ എന്താണെന്ന് നോക്കാം. ജസ്റ്റ് പ്രീ എക്ലാംസി എന്താണെന്ന് നോക്കുവാണെങ്കിൽ ഗർഭകാലഘട്ടത്തിൽ ഉണ്ടാക്കുന്ന രക്തസമ്മർദ്ദത്തെയാണ് പറയുന്നത്. അത് മിക്കവാറും ഒരു 20 ആഴ്ചകൾക്ക് ശേഷമൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതായിരിക്കും. അത് നമ്മുടെ ലിവറിനെ കിഡ്നീനെയൊക്കെ ബാധിക്കും. അതിൻ്റെ കൂടെ പ്രോട്ടീനുകളൊക്കെ കാണാൻ സാധിക്കും. ഇനി ഡീറ്റെയിൽഡായിട്ട് എന്താണെന്ന് നോക്കാം. ഓക്കെ, ഈ ഒരു പ്രീക്ലാംസിയ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ 100 കൊല്ലങ്ങൾക്ക് മുമ്പ് മുതലേ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ള ഒരു കണ്ടീഷനാണ്. ഇത് ഹൈ മെറ്റേണൽ ആൻഡ് ഇൻഫൻറ്റ് മോർട്ടാലിറ്റി, മാതൃ ശിശു മരണനിരക്കിന് വളരെ വലിയൊരു കാരണമാകുന്ന ഒരു ഫാക്ടറാണ്, ഒരു കണ്ടീഷനാണ് ഈ ഒരു പ്രീക്ലാംസിയ എന്ന് പറയുന്നത്. നമ്മുടെ പ്രസവ സമയത്ത് BP ഒക്കെ ഉണ്ടെങ്കിൽ അത് വളരെയധികം ക്രിറ്റിക്കലാണെന്നൊക്കെ പറയുന്നില്ല, അതാണ് ഇത്. ഇത് യൂഷ്വലി ഒക്കെ ചെയ്യുന്നത് 3rd ട്രൈമസ്റ്ററിലാണ്, അതായത് 3ാം ഘട്ടത്തിൽ. നമ്മുടെ പ്രഗ്നൻസി പീരീഡ് 3ആയി തരംതിരിച്ചിട്ടുണ്ടല്ലോ, ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് 3rd ട്രൈമസ്റ്റർ. ഇതിൽ 3rd ട്രൈമസ്റ്ററിലാണ് ഈ ഒരു പ്രീക്ലാംസിയ യൂഷ്വലി ഉണ്ടാകുന്നത്. ഇതിന് ശേഷം, അതായത് ഈ ഒരു കണ്ടീഷൻ ഡെവലപ്പായിട്ട് ഓരോ ടൈം ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നതിന് കണക്കായിട്ട് ഈ ഒരു പ്രീക്ലാംസിയ എന്ന് പറയുന്ന കണ്ടീഷനും ഈ ഒരു പ്രഗ്നൻസിയും ഒക്കെ ഭയങ്കരമായിട്ട് വേഴ്സ് ആയിക്കൊണ്ടിരിക്കും. ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇതിൽ ഹൈപ്പർ ടെൻഷൻ, പ്രോട്ടീൻ യോയ, അതായത് മൂത്രത്തിലെ പ്രോട്ടീൻ്റെ പ്രസൻസ്, പിന്നെ മറ്റുള്ള സിസ്റ്റമിക് ഡിസ്റ്റർബൻസസ്, അതായത് കിഡ്നിയുടെ ഫങ്ഷൻ, ലിവറിൻ്റെ ഫങ്ഷനൊക്കെ കാര്യമായിട്ട് ബാധിക്കുന്നുണ്ട്. ചില സമയത്തൊക്കെ ആണെങ്കിൽ എഡിമയൊക്കെയാണ് മെയിനായിട്ട്, പൾമണറി എഡിമയൊക്കെ ചിലപ്പോഴുണ്ടാകുന്നുണ്ട് ആൾക്കാരിൽ. സോ ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിൽ ഈ ഒരു സാധനമൊക്കെ നമ്മൾ പറഞ്ഞല്ലോ, അതിൻ്റെയൊക്കെ കുറച്ചുകൂടി ഡീറ്റെയിൽസ് നോക്കാം. ഇതിൽ ഒന്നുകിൽ ഹൈപ്പർ ടെൻഷനും പ്രോട്ടീനിയോയും ഉണ്ടാകും, അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷനും മൾട്ടി സിസ്റ്റമിക് സൈൻസും കാണിക്കും. ഇതിൽ രണ്ടിലും ഹൈപ്പർ ടെൻഷൻ 20 ആഴ്ചകൾക്ക് ശേഷമായിരിക്കും ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങുന്നത്. ഈ ഒരു മൾട്ടി സിസ്റ്റമിക് സൈൻസിൽ CNSനെ എഫക്റ്റ് ചെയ്യും. പൾമണറി എഡിമ, റീനൽ ഡിസ്ഫങ്ഷൻ, ലിവർ ഇമ്പയർമെൻറ്റ്, ത്രോംബോസൈറ്റോപീനിയ ഒക്കെ ഉണ്ടാക്കും. ഈ പൾമണറി എഡിമ ഈ ഒരു നമ്മുടെ ലങ്സിൽ ഈ ഫ്ലൂയിഡ് അക്യുമുലേഷൻ, പിന്നെ റീനൽ ഡിസ്ഫങ്ഷൻ കിഡ്നീനെ ബാധിക്കും, പിന്നെ ലിവർ ഇമ്പയർമെൻറ്റ് ലിവറിൻ്റെ ഫംഗ്ഷനെ ബാധിക്കും, അങ്ങനെയൊക്കെ. ത്രോംബോസൈറ്റോപീനിയ എന്താണെന്ന് നോക്കുവാണെങ്കിൽ ലോ പ്ലേറ്റ്ലെറ്റ് കൗണ്ട്, യൂഷ്വലി 1 lakhനൊക്കെ താഴെയായിരിക്കും പ്ലേറ്റ്ലെറ്റ് കൗണ്ട്. ഈസ് നോട്ട് റിക്വയർഡ് ഫോർ ഡയഗ്നോസിസ്. ഈ രണ്ടാമത് പറഞ്ഞാൽ ഇതിൻ്റെ ഡയഗ്നോസിസിനായിട്ട് പ്രോട്ടീനിയോയുടെ ആവശ്യമില്ല. ഓക്കെ, ഇനി ഹൈപ്പർ ടെൻഷൻ, BP കൂടുന്നത്. ഇതിൽ സിസ്റ്റോളിക് BP ഉണ്ട്, ഡയസ്റ്റോളിക് BP ഉണ്ട്. ഒന്നുകിൽ സിസ്റ്റോളിക് BP 140 കൂടുതലോ ഈക്വലോ ആകും, അല്ലെങ്കിൽ ഡയസ്റ്റോളിക് BP 90 അതിൽ കൂടുതലോ ആകും, അല്ലെങ്കിൽ ഇത് രണ്ടും ഉണ്ടാകും. എപ്പോഴേലും ഒരിക്കൽ എടുക്കുമ്പോൾ BP കൂടിയാൽ മാത്രം പോരാ ഈ ഒരു ഹൈപ്പർ ടെൻഷൻ എന്ന് പറയാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ 2 ടൈമിൽ 2 അവസരങ്ങളിൽ, ഒരു 6 മണിക്കൂർ ഇടപെട്ടിട്ടുള്ള 2 അവസരങ്ങളിൽ എടുക്കുന്ന BP ഈ ഒരു ക്രൈറ്റീരിയ മീറ്റ് ചെയ്യണം. അതായത് സിസ്റ്റോളിക് BP ഇത്രയും കൂടുതൽ, ഡയസ്റ്റോളിക് BP ഇത്രയും കൂടുതൽ. ഒന്നുകിൽ രണ്ടും കൂടാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് കൂടാം. ഓക്കെ, ഇനി ഹൈപ്പർ ടെൻഷനും ഉണ്ട്, സിവിയർ ഹൈപ്പർ ടെൻഷനും ഉണ്ട്. ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുമ്പോൾ സിസ്റ്റോളിക് BP 140 അതിൽ കൂടുതലോ, അല്ലെങ്കിൽ ഡയസ്റ്റോളിക് BP 90 അതിൽ കൂടുതലോ. ഇനി സിവിയർ ഹൈപ്പർ ടെൻഷൻ നോക്കുവാണെങ്കിൽ സിസ്റ്റോളിക് BP 160 അതിൽ കൂടുതലോ, അല്ലെങ്കിൽ ഡയസ്റ്റോളിക് BP 110 അതിൽ കൂടുതലോ. ഈ ഒരു സിവിയർ ഹൈപ്പർ ടെൻഷനിലാണെങ്കിൽ BP 4 മണിക്കൂർ ഇടവിട്ടിട്ടുള്ള 2 അവസരങ്ങളിൽ ഹൈ ആയിരിക്കണം. ഓക്കെ, ഇനി നമ്മുടെ പ്രീ എക്ലാംസിയയിൽ കാണുന്ന മറ്റൊരു കണ്ടീഷനാണ് പ്രോട്ടീനിയോയ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മൂത്രത്തിൽ എക്സസ് ആയിട്ട് സെർം പ്രോട്ടീൻ കാണുന്ന ഒരു കണ്ടീഷനാണിത്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ക്ലിനിക്കലി നോക്കുവാണെങ്കിൽ ഒരു 24 മണിക്കൂറത്ത് നമ്മുടെ മൂത്രം എടുക്കുകയാണ്, അതിൽ 0.3 ഗ്രാമോ അതിൽ കൂടുതലോ എക്സസ് ആയിട്ട് സെർം പ്രോട്ടീൻ കാണുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇത് അബ്നോർമലി ഹൈ ആണ് ഇങ്ങനെ കാണുന്നത്. ഇതിനെയാണ് പ്രോട്ടീനിയോയ എന്ന് വിളിക്കുന്നത്. ഇത് സെക്കൻഡറി ടു ഹൈപ്പർ ടെൻഷൻ ആയിട്ട് വരാം, അതായത് ഹൈപ്പർ ടെൻഷൻ വന്നത് കാരണം ഇങ്ങനെ വരാം. പ്രോട്ടീനിയോയ ഇൻ സംവൺ വിത്ത് ഹൈ ബ്ലഡ് പ്രഷർ ഈസ് ഓൾസോ എ ഫസ്റ്റ് സൈൻ ഓഫ് ഡിക്ലൈനിങ് കിഡ്നി ഫംഗ്ഷൻ. അതായത് ഒരു ബ്ലഡ് പ്രഷർ ഉള്ള, വെരി ഹൈ ബ്ലഡ് പ്രഷർ ഉള്ള ഒരാളിൽ പ്രോട്ടീനിയോയ കാണുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിനർത്ഥം അവരുടെ കിഡ്നി ഫംഗ്ഷൻ, വൃക്കകളുടെ പ്രവർത്തനം ഡിക്ലൈൻ ചെയ്യുകയാണ് എന്നാണ്. അതായത് അവരുടെ കിഡ്നിയെ ഇത് ബാധിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നാണ്. ഇനി പ്രീ എക്ലാംസിയയുടെ ക്ലാസിഫിക്കേഷൻ നോക്കുവാണെങ്കിൽ 2 ഉണ്ട്. മൈൽഡ് പ്രീ എക്ലാംസിയും സിവിയർ പ്രീ എക്ലാംസിയും. മൈൽഡിലാണെങ്കിൽ സിവിയർ ഫീച്ചേഴ്സ് ആബ്സെൻ്റ് ആയിരിക്കും, സിവിയറിലാണെങ്കിൽ സിവിയർ ഫീച്ചേഴ്സ് പ്രസൻ്റ് ആയിരിക്കും. ഇനി ആ സിവിയർ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ ഒന്നാമത്തത് സിംറ്റംസ് ഓഫ് സെൻട്രൽ നെർവസ് സിസ്റ്റം ഡിസ്ഫങ്ഷൻ. സെൻട്രൽ നെർവസ് സിസ്റ്റം ഡിസ്ഫങ്ഷൻ്റെ സിംറ്റംസ് അതിൽ വരുന്നതാണ് ബ്ലഡ് വിഷൻ, പിന്നെ സ്കോട്ടോമാറ്റ. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പാർഷ്യൽ ലോസ് ഓഫ് വിഷനാണ്, അല്ലെങ്കിൽ നമ്മുടെ നോർമൽ വിഷ്വൽ ഫീൽഡിൽ ഒരു ബ്ലൈൻഡ് സ്പോട്ട് ഉണ്ടാകുക, അങ്ങനെയുള്ള കാര്യം.
പിന്നെ ആൾട്ടേർഡ് മെൻ്റൽ സ്റ്റാറ്റസ്, പിന്നെ സിവിയർ ആയിട്ടുള്ള ഹെഡ് ഏക്ക്, തലവേദന. ഓക്കെ, അടുത്തത് സിംറ്റംസ് ഓഫ് ലിവർ ഡിസ്റ്റൻഷൻ ഉണ്ടാകും. അതായത് എപ്പിഗാസ്ട്രിക് റീജിയനിലെ പെയിൻ ഉണ്ടാകും, നോസിയ, വോമിറ്റിംഗ് ഒക്കെ ഉണ്ടാകും, ഹെപ്പാറ്റോസെല്ലുലാർ ഇഞ്ചുറി ഉണ്ടാകും. ഇതിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രാൻസാമിനേസ് കോൺസെൻട്രേഷൻ അറ്റ്ലീസ്റ്റ് ട്വൈസ് നോർമൽ, അതായത് നോർമലിനെക്കാളും ട്വൈസ് ആയിട്ട്, ഇരട്ടിയായിട്ട് ട്രാൻസാമിനേസ് കോൺസെൻട്രേഷൻ ഉണ്ടാകും. ഇത് ഹെപ്പാറ്റോസെല്ലുലാർ ഇഞ്ചുറിയുടെ ലക്ഷണമാണ്, ആ ഒരു ഡയഗ്നോസിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, പിന്നെ സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ 160 mmHg അതിൽ കൂടുതലും ഉണ്ടാകും, ഡയസ്റ്റോളിക് 110 mmHg അതിൽ കൂടുതലും ഉണ്ടാകും ഈ ഒരു സിവിയർ ഹൈപ്പർ ടെൻഷൻ നമ്മൾ നേരത്തെ നോക്കിയതല്ലേ. പിന്നെ ത്രോംബോസൈറ്റോപീനിയ ഉണ്ടാകും, ലെസ് ദാൻ 1 lakh പ്ലേറ്റ്ലെറ്റ്സ് പെർ ക്യൂബിക് മില്ലിമീറ്റർ, അതായത് 1 cubic millimeterൽ ലെസ് ദാൻ 1 lakh പ്ലേറ്റ്ലെറ്റ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ, അത് വളരെ കുറവായിരിക്കും. പിന്നെ പ്രോട്ടീനിയോയ ഉണ്ടാകും 5 or more grams in 24 hours, 24 മണിക്കൂറിൽ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ചുകൂടി കൂടുതൽ, 5 അതിൽ കൂടുതലോ ഗ്രാംസ്. പിന്നെ ഒലിഗിയോയ ഉണ്ടാകും, ഇതിൽ ഈ ഒരു യോ എന്ന് പറയുന്നത് 24 മണിക്കൂറിൽ 500 ml കുറവേ ഉണ്ടാകുള്ളൂ. ഒലിഗിയോയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു മൂത്രത്തിൻ്റെ അളവ് കുറവായിരിക്കും. പിന്നെ സിവിയർ ഫീറ്റൽ ഗ്രോത്ത് റെസ്ട്രിക്ഷൻസ്, അതായത് ഫീറ്റസ് വളരണമല്ലോ, പക്ഷെ ആ ഫീറ്റസ് വളരത്തില്ല, അതിന് ഗ്രോത്തിൽ റെസ്ട്രിക്ഷൻസ് ഉണ്ടാകും, വളർച്ച കുറവുണ്ടാകും, പൾമണോ എഡിമി ഉണ്ടാകും, അല്ലെങ്കിൽ സൈനോസിസ്, നമ്മുടെ നീലിച്ച് വരില്ലേ ഓക്സിജൻ്റെ ഇത് കുറവായിട്ട്. പിന്നെ സെർബ്രോ വാസ്കുലർ ആക്സിഡൻറ്റ് ഉണ്ടാകും. ഇനി ഇതിൻ്റെ പാത്തോഫിസിയോളജി ഒന്ന് റഫായിട്ട് നോക്കുവാണെങ്കിൽ പാത്തോഫിസിയോളജി അൺനോൺ ആണ്, പക്ഷേ ഈ ഒരു പ്ലാസെൻ്റൽ അബ്നോർമാലിറ്റീസ് കാരണമാണ് ഇത് ഉണ്ടാകുന്നത് എന്നതിന് എവിഡൻസുകളുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു പ്ലാസെൻ്റൽ പ്രസൻ്റ് ആയിട്ടുള്ള ട്രോഫോബ്ലസ് സെൽസ് കാരണം. ഗർഭിണികളുടെ എൻഡോത്തീലിയൽ ഡിസ്ഫങ്ഷൻ കാരണം ഈ ഒരു സെക്കൻഡറി സിസ്റ്റമിക് സർക്കുലേഷനിൽ ഉണ്ടാകുന്ന ഡിസ്റ്റർബൻസ് കൊണ്ടാണ് ഇതിൻ്റെ ക്ലിനിക്കൽ സിൻഡ്രോം, ഈ ഒരു സാധനം ഉണ്ടാകുന്നത്. 2 ബ്രോഡ് കാറ്റഗറീസ് ആണ് ഈ ഒരു പാത്തോഫിസിയോളജിക്ക് ഉള്ളത്. ഒന്ന് മെറ്റേണൽ പ്രീഎക്ലാംസിയ, 2 പ്ലാസെൻ്റൽ പ്രീഎക്ലാംസിയ. ഇനി ഇതിൻ്റെ എപ്പിഡമോളജി നോക്കുകയാണെങ്കിൽ ഇത് കോമൺ ആണ്, എഫക്റ്റിംഗ് അറൗണ്ട് 5 to 10% ഓഫ് പ്രഗ്നൻസീസ്. അതായത് 100 പേര് പ്രഗ്നൻ്റ് ആണെങ്കിൽ അതിൽ 5-10 പേർക്ക് ഈ ഒരു പ്രീഎക്ലാംസിയ ഉണ്ടാക്കും. ഇനി ഇതിൻ്റെ മോർട്ടാലിറ്റി റേറ്റ് നോക്കുകയാണെങ്കിൽ 12 മുതൽ 13% മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് ഉണ്ടാകും. ഇറ്റ് ഹാസ് ദി പൊട്ടൻഷ്യൽ ടു കിൽ മദർ അല്ലെങ്കിൽ ബേബി, അമ്മയോ കുഞ്ഞിനെയോ കൊല്ലാനുള്ള പൊട്ടൻഷ്യൽ ഈ ഒരു പ്രീഎക്ലാംസിയക്ക് ഉണ്ട്. ഇനി ഇതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ പ്രീവിയസ് പ്രഗ്നൻസിയിൽ പ്രീഎക്ലാംസിയ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ പ്രഗ്നൻസിയിലും പ്രീഎക്ലാംസിയ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോഴും പ്രഗ്നൻ്റ് ആകുന്നത് 40 വയസ്സിന് മുകളിലുള്ളവരാണ് അല്ലെങ്കിൽ 18 വയസ്സിന് താഴെയുള്ളവരാണ് എങ്കിൽ അവരിലുണ്ടാകും. പിന്നെ പ്രീഎക്ലാംസിയയുടെ അല്ലെങ്കിൽ പ്രഗ്നൻസി ഇൻഡ്യൂസ്ഡ് ഹൈപ്പർ ടെൻഷൻ്റെ ഫാമിലി ഹിസ്റ്ററി ഉള്ളവരിൽ, ക്രോണിക് ഹൈപ്പർ ടെൻഷൻ ഉള്ളവരിൽ, ക്രോണിക് റീനൽ ഡിസീസ് കിഡ്നി ഡിസീസ് ഉള്ളവരിൽ, പിന്നെ ആൻറ്റി ഫോസ്ഫോലിപ്പിഡ് ആൻറ്റിബോഡി സിൻഡ്രോം അല്ലെങ്കിൽ ഈ ഒരു ത്രോംബോഫീലിയ ഇൻഹെറിറ്റ് ചെയ്യുന്ന ഫാമിലീസിൽ പെട്ടവരാണ് എങ്കിലുണ്ടാകും. പിന്നെ വാസ്കുലർ അല്ലെങ്കിൽ കണക്റ്റീവ് ടിഷ്യൂ ഡിസീസ് ഉള്ളവരിൽ ഉണ്ടാകും ഇത്. പിന്നെ പ്രീ ജസ്റ്റേഷണൽ അല്ലെങ്കിൽ ജസ്റ്റേഷണൽ ഡയബറ്റിസ് മെൽറ്റസ് ഉള്ളവരിൽ ഇത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ജസ്റ്റേഷണൽ ഡയബറ്റിസ് മെൽറ്റസിൻ്റെ വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്, ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലായിട്ട് ഇട്ടേക്കാം. ഓക്കെ, പിന്നെ മൾട്ടി ഫീറ്റൽ ജസ്റ്റേഷൻ ഉള്ളവരിൽ ഉണ്ടാകും, അതായത് ഒന്നിൽ കൂടുതൽ ഫീറ്റേഴ്സ് ഉള്ളവരിൽ. പിന്നെ ഹൈ ബോഡി മാസ് ഇൻഡെക്സ് BMI ഉള്ളവരിൽ. പിന്നെ മെയിൽ പാർട്ട്ണറിൻ്റെ പ്രീവിയസ് പാർട്ട്ണറിന് പ്രീഎക്ലാംസി ഉണ്ടെങ്കിൽ ഇപ്പോഴത്തെ പാർട്ട്ണറിനും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ റിസ്ക് ഉണ്ട് ഹൈഡ്രോപ്സ് ഫീറ്റാലിസ്, അതായത് ഈ കുട്ടി ഉണ്ടല്ലോ വയറ്റിലുള്ള കുട്ടിയുടെ ടിഷ്യൂലോ ഓർഗനിലൊക്കെ ഒരുപാട് വെള്ളം കെട്ടി കിടക്കുകയാണ്, എഡിമേറ്റസ് ആകുകയാണ് എങ്കിൽ ഈ ഒരു കണ്ടീഷൻ ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നള്ളി പാരിറ്റിയിലും ഈ ഒരു കണ്ടീഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. റിസ്ക് ഫാക്ടേഴ്സാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ സിംറ്റംസ് നോക്കുവാണെങ്കിൽ മെയിനായിട്ട് എഡിമി ഉണ്ടാകും, നോസിയ, ഹെഡ് ഏക്ക് ഒക്കെ ഉണ്ടാകും ഈ ഒരു പ്രഗ്നൻസിയുടെ പീരീഡിൽ. മറ്റുള്ള സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ സിവിയർ പ്രീഎക്ലാംസിയയിൽ പറഞ്ഞല്ലോ, ആ സിംറ്റംസ് ഒക്കെ ഈ ഒരു ഇതിൻ്റെ സിംറ്റംസിൻ്റെ കാറ്റഗറിയിൽ വരും. ഓക്കെ, ഇനി ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ പ്രീഎക്ലാംസിയ ട്രീറ്റ് ചെയ്യാതെ വിട്ടാൽ അത് സീഷ്യേഴ്സിലേക്ക് നയിക്കും. ഇങ്ങനെ സീഷ്യേഴ്സ് ഉണ്ടാകുന്ന കണ്ടീഷനാണ് എക്ലാംസിയ. പിന്നെ അടുത്തൊരു കോംപ്ലിക്കേഷൻ ഹെൽപ്പ് സിൻഡ്രോം ആണ്. ഈ ഒരു ഹെൽപ്പ് സിൻഡ്രോത്തിൽ വരുന്നതാണ് ഹീമോലൈസിസ്, എലവേറ്റഡ് ലിവർ എൻസൈംസ് എലവേറ്റ് ആവും, ഇതിന് കാരണം ലിവർ ഡിസ്ഫങ്ഷൻ ആണ്. പിന്നെ ത്രോംബോസൈറ്റോപീനിയ ഉണ്ടാകും, മറ്റേ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയുന്നത് 1 lakhൽ താഴെ വരുന്നത് നമ്മൾ നേരത്തെ നോക്കിയല്ലോ. പിന്നെ ദിസ് കണ്ടീഷൻ മേ ഒക്കർ ഇൻ 10 to 20% ഓഫ് പേഷ്യൻറ്റ് വിത്ത് സിവിയർ പ്രീഎക്ലാംസിയ ആൻഡ് എക്ലാംസിയ. സിവിയർ പ്രീഎക്ലാംസിയയും എക്ലാംസിയയും ഉണ്ടാകുന്ന 10 മുതൽ 20% പേഷ്യൻസിൽ ഹെൽപ്പ് സിൻഡ്രോം ഉണ്ടാകും, അതായത് ഈ ഡിസ്ഫങ്ഷനും ഈ ത്രോംബോസൈറ്റോപീനിയ, ഹീമോലൈസിസ് ഒക്കെ.
പിന്നെ എന്തൊക്കെ കോംപ്ലിക്കേഷൻ ഉണ്ടാകും നോക്കുവാണെങ്കിൽ ഹെമറേജിക് അല്ലെങ്കിൽ ഇസ്കീമിക് ഷോക്ക് ഉണ്ടാകും, അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി ഉണ്ടാകും, അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രം ARDS ഉണ്ടാകും. ദി ഫീറ്റസ് മേ സഫർ ന്യൂട്രീഷണൽ ആൻഡ് റെസ്പിറേറ്ററി ഇൻസഫിഷ്യൻസി ഉണ്ടാകും, ന്യൂട്രീഷണൽ ഇൻസഫിഷ്യൻസി ഉണ്ടാകും, റെസ്പിറേറ്ററി ഇൻസഫിഷ്യൻസി വേണ്ടത്ര ഓക്സിജൻ കിട്ടാത്ത അവസ്ഥയിലേക്ക് എത്തും. പിന്നെ ആസ്ഫിക്സിയ, ഡെത്ത് വരെ സംഭവിക്കാം ഫീറ്റസ്. ഇനി ഇതിൻ്റെ പ്രിവെൻഷനാണ്, നമുക്കിതിനെ തടയാൻ പറ്റും? ഇല്ല, കാരണം ഇതിൻ്റെ പാത്തോജനസിസ് അല്ലെങ്കിൽ ഇതിൻ്റെ ആ ഒരു പാത്തോഫിസിയോളജി ഒന്നും നമുക്ക് അറിയത്തില്ല, കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല ഇതുവരെ. ഇനി ഇതിൻ്റെ ഡെഫിനറ്റീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഉണ്ട്, അതായത് ചില ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. അതിലൊന്ന് ഡെലിവറി ആണെന്ന്, അതായത് ഈ കുട്ടിയെ നേരത്തെ തന്നെ ജനിപ്പിക്കുക അല്ലെങ്കിൽ പ്രസവിക്കുക, പ്രീ ടേം ഡെലിവറീസ് നടത്തുക. പിന്നെ ഈ ഒരു സ്ട്രോക്ക്, ഇതിൻ്റെ കോംപ്ലിക്കേഷനുള്ള സ്ട്രോക്ക് തടയാൻ വേണ്ടിയിട്ട് ആൻറ്റി ഹൈപ്പർടെൻസീവ് തെറാപ്പി സ്റ്റാർട്ട് ചെയ്യുക. ഇതിൽ ചോയ്സ് ഓഫ് ഡ്രഗ്സ് അക്യൂട്ട് സ്റ്റേജിൽ, അതായത് ആദ്യം തന്നെ ട്രീറ്റ് ചെയ്യുമ്പോൾ IV ലെബറ്റലോൾ, IV ഹൈഡ്രാലസിനൊക്കെ യൂസ് ചെയ്യും. ലോങ് ടേം ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ആണെങ്കിൽ ഓറൽ മീതൽ ഡോപ്പ അല്ലെങ്കിൽ ലെബറ്റലോൾ യൂസ് ചെയ്യും. നമുക്കിനി ടോപ്പിക്ക് കൺക്ലൂഡ് ചെയ്യാം. ഈ ഒരു പ്രീ എക്ലാംസിയ എന്ന് പറയുന്നത് ഒരു സിൻഡ്രോമാണ്. ഇതൊരിക്കലും ഒരു ഡിസീസ് അല്ല, ഒരു ക്ലസ്റ്റർ ഓഫ് ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ആണ് ഇതിലുണ്ടാകുന്നത്. ദി കണ്ടീഷൻ ഈസ് വേരിയഡ് ഇൻ ഇറ്റ്സ് പ്രസൻറ്റേഷൻ, ഫീച്ചേഴ്സ് ആൻഡ് ഔട്ട്കംസ്. ഈ ഒരു കണ്ടീഷൻ വേരി ചെയ്തുകൊണ്ടിരിക്കും, അതെങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നത്, അതിൻ്റെ ഫീച്ചേഴ്സ്, അതിൻ്റെ ഔട്ട്കം ഒക്കെ അനുസരിച്ച്. Further studies are being held for a better understanding of the etiology of pre-eclampsia. Pre-eclampsiയുടെ എത്തിയോളജി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഫർദർ സ്റ്റഡീസിന് ആവശ്യമുണ്ട്. അതായത് നമുക്ക് ഇതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് ഒക്കെ അറിയത്തുള്ളൂ. സോ ഗൈസ്, ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് കാണുന്നവരെ സൈനിങ് ഓഫ് വെച്ചിട്ട് ബൈ. എന്തെങ്കിലും വീഡിയോ സജഷൻസ് ഉണ്ടെങ്കിൽ, ടോപ്പിക് സജഷൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.